ഹലോ, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊരു മാങ്ങ മരമുണ്ട്. ഇപ്പോൾ നിറച്ചും മാങ്ങ പിടിച്ചിട്ടുണ്ട്. മാങ്ങ കുറേ പറിച്ചു, എന്നിട്ട് കുറച്ച് പഴുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങ പഴുത്തു. അപ്പോൾ അതിനെ കൊണ്ട് മാങ്ങത്തണി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ മാങ്ങത്തണി ഉണ്ടാക്കാൻ ഉണ്ടമുളക് വേണം. എന്നിട്ട് ഉണ്ടമുളക് ചുടണം, അതിലേക്ക് ഉപ്പിടണം, പിന്നെ മാങ്ങ കട്ടാക്കിയിടണം. എന്നിട്ട് മാങ്ങനെ അല്ലെങ്കിൽ കൈയോടെ തന്നെ ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ എന്തിലോടൊന്നും കുത്തിയാൽ മതി മാങ്ങനെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ മാങ്ങത്തണ്ണി റെഡി ആയിട്ടോ. അപ്പോൾ മാങ്ങത്തണ്ണി ഉണ്ടാക്കുമ്പോൾ ചോറിനൊക്കെയും കൂട്ടാം, അല്ലാതെയും കഴിക്കാം. മാങ്ങത്തണ്ണി ഉണ്ടാക്കുമ്പോൾ കടയിൽ വാങ്ങിയ മാങ്ങേനേക്കാളും ഈ നാട്ടിലും വീട്ടിലും, അതായത് കാട്ടുമാങ്ങ അങ്ങനെയുള്ള മാങ്ങ ഉണ്ടാവുമല്ലോ, അപ്പം അതിനെ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ മാങ്ങത്തണ്ണിക്ക് ടേസ്റ്റ് കൂടുന്നത്. കടയിലെ മാങ്ങ കൊണ്ടുണ്ടാക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് ആ മാങ്ങ വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മളെ നാട്ടുമാങ്ങയുടെയും ആ ഒരു കാട്ടുമാങ്ങയുടെ ടേസ്റ്റൊന്നും അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോറും മീൻകറിയും പയറുവറവും മാങ്ങത്തണ്ണിയും കൂട്ടിയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ അതിനൊരു വീഡിയോയിൽ കാണാം.